അങ്കമാലിയിലെ ആ അപകട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ ബന്ധു മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. അതിന്റെ ഫസ്റ്റ് വിഷ്വൽസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ അപകട കാരണത്തിലേക്ക് വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നവമി ദിനേശ് അങ്ങോട്ട് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി, അവിടെ തീ അണച്ചു. ഫയർഫോഴ്സിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഞെട്ടലിലാണ് നാട്ടുകാരും അവിടെ കൂടിയെത്തിയ ആളുകളുമെല്ലാം. 4 പേർ അതിദാരുണമായി മരിക്കുന്ന സാഹചര്യം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അവിടേക്ക് എത്താൻ സാഹചര്യമുണ്ടോ? പിന്നെ എന്താണ് അപകട കാരണമെന്നുള്ള സൂചന എന്തെങ്കിലും പോലീസ് നൽകുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ആ വീട്ടിൽ 4 ബിനീഷ്, ഭാര്യ, 2 മക്കളോടൊപ്പം തന്നെ അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ താഴത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഈ ബിനീഷും ഭാര്യയും 2 മക്കളും ഒരു മുറിയിൽ ഒന്നിച്ചായിരുന്നു കിടന്നത്. ആ മുറിയിൽ മാത്രമാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ തീ പടർന്ന ശേഷം അമ്മ ഇറങ്ങി ഓടി പുറത്തേക്ക് ഇറങ്ങി നിലവിളിക്കുന്നത് കണ്ടാണ് നടക്കാൻ പോയ നാട്ടുകാർ ഇത് പിന്നീട് ഫയർഫോഴ്സിനെ വിളിക്കുന്നതും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതും. തീ അണച്ച ശേഷം റൂമിലേക്ക് ചെന്നപ്പോഴാണ്, മുറിയിൽ ചെന്നപ്പോഴാണ് ഇവരെ 4 പേരെയും വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 മക്കളാണ്. മൂത്ത മകൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകനാണ് LKG ആയതേ ഉള്ളൂ. അങ്ങനെ ചെറുപ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, റോജി എം ജോൺ അടക്കമുള്ള MLAയും അവിടെ, ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും അവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയാണ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ മരണകാരണമെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് കൊച്ചിയിൽ നിന്നും രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് വെന്തു മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ അങ്കമാലി പാറക്കുളത്തിന് സമീപത്തായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. ഉറക്കത്തിലായതിനാൽ ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾ വരേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു നിഗമനം ആദ്യം ഈ ജാതിക്കയുടെ ഡ്രയറിൽ നിന്നും തീ പിടിച്ചതാകാമെന്നൊരു നിഗമനമായിരുന്നു നാട്ടുകാരും പറഞ്ഞിരുന്നത്, ഫയർഫോഴ്സും പറഞ്ഞത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ ജാതിക്കയുടെ ഡ്രയർ വീടിന്റെ പുറകുവശത്ത് തന്നെ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് അല്ല തീ പിടിച്ചത് എന്ന് വിവരം എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. പിന്നീടുള്ള ഒരു സാധ്യത ഷോർട്ട് സർക്യൂട്ട് ആകാനാണ്. എന്തായാലും അത് തന്നെയാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളൊക്കെ തുടരുകയാണ്. എന്തായാലും ബിനീഷിന്റെ അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അമ്മ താഴത്തെ നിലയിൽ ഒരു മുറിയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ. തുടരുക. അങ്കമാലി MLA റോജി എം ജോൺ ടെലിഫോൺ ലൈനിലുണ്ട്. റോജി, എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ള ഒരു വ്യക്തത വരുന്നുണ്ടോ? പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കാരണം അവർക്ക് വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിഗമനം. പക്ഷെ അതും ആധികാരികമായിട്ടുള്ള വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിലെ കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. അവർക്ക് പ്രാഥമികമായിട്ട് ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യതകളൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു റൂമിൽ നിന്നുണ്ടായിരിക്കുന്ന തീപിടുത്തം തന്നെയാണ്. ആ റൂം പൂർണ്ണമായിട്ടും കത്തിനശിച്ചു. 4 പേരും ആ റൂമിനകത്ത് തന്നെയാണ്. ശരീരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കത്തി കരിഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് കാരണങ്ങൾ അറിയില്ല. രാവിലെ നടക്കാനൊക്കെ ഇറങ്ങിയ ആളുകളാണ് ഈ തീ പുറമേ കണ്ടത്. ബാക്കി ഈ കുടുംബത്തിന്റെ, ഇവരുടെ അമ്മ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നു. അമ്മ താഴെ നിലവിളിക്കുന്നതാണ് ഇതിലേക്ക് കടന്നു വന്ന ആളുകൾ കണ്ടത്. ശ്രീ റോജി, അപ്പോൾ ഈ അമ്മയ്ക്ക് തീപിടുത്തമുണ്ടായ ഒരു സാഹചര്യം അറിയാൻ കഴിഞ്ഞില്ലാതെ പോയി എന്നുള്ളതാണ്? അറിഞ്ഞു. അമ്മ നിലവിളിക്കുന്നതാണ് ഇവിടെ നാട്ടുകാർ വന്നപ്പോൾ കണ്ടത്. താഴത്തെ നിലയിൽ ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഇവർ 4 പേർ തന്നെയല്ലേ വീടിന് റൂമിനുള്ളിൽ? മുകളിൽ 4 പേർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് റൂമിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പരിശോധന? അത് പ്രാഥമിക പരിശോധന, ഫോറൻസിക് ഒക്കെ നടത്തി ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനകളും ഒക്കെ ചെയ്തിട്ടായിരിക്കും അതെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. റോജി എം ജോൺ MLA ആണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന സംഭവമാണ്, ദാരുണമായിട്ടുള്ള കാര്യമാണ്. അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വെന്തു മരിക്കുന്ന സാഹചര്യം. അമ്മ, അച്ഛൻ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്. നവമി,
നവമി വീണ്ടും ശരി നവമി, അപ്പോൾ MLA പറയുന്നത് പ്രകാരമാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് സാധ്യതയല്ല എന്ന് കരുതണം. പ്രാഥമിക നിഗമനമാണ്, ഔദ്യോഗികമല്ല എങ്കിൽ പോലും. അപ്പോൾ അത് മറ്റൊരു സാധ്യതയായി കണക്കാക്കണം. എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇത്. ഏത് പ്രദേശത്താണ് ഈ കുടുംബത്തിന് മറ്റെന്തെങ്കിലും ബാധ്യതകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടുകാരെന്തെങ്കിലും പറയുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? അങ്ങനെ എൽദോ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറിൽ എന്തായാലും നമുക്ക് അതിന്റെ എന്താണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് ഇതിനെ സൂചിപ്പിക്കാൻ കഴിയുമോ എന്ന് നമുക്കിപ്പോൾ ഉറച്ചു പറയാൻ കഴിയില്ല. കാരണം അത് പോലീസാണ് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും MLA പറഞ്ഞത് പ്രകാരം ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ഇങ്ങനെ തീപിടുത്തത്തിന് കാരണമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും അടക്കം അവിടെ എത്തി പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ ബിനോയുടെ അമ്മയും ഉണ്ടായിരുന്നു, ബിനീഷിന്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ ഓടി പുറത്തിറങ്ങി നിലവിളിക്കുന്നത് കണ്ടാണ് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ച് ഈ സംഭവം തീ അണച്ചത്. അതിനുശേഷമാണ് ഇവരെ 4 പേരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംഭവം നടക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലി പറക്കുളത്താണ് ഇവരുടെ വീട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണോ, ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ളതിലാണ് ഇനി എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും പോലീസ് ഇവിടെ പരിശോധന തുടരുകയാണ്. ഉടൻ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായി പോയി. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് വെന്ത് മരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഈ ജാതിക്കയിലെ ഡ്രയറിൽ നിന്നുണ്ടായ തീപിടുത്തമാണെന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ഈ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പ്രകടിപ്പിച്ചത്. പക്ഷേ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല എന്ന് സ്ഥിരീകരിച്ചു. പിന്നീടുള്ളൊരു സാധ്യത ഷോർട്ട് സർക്യൂട്ട് ആകാനാണ്. പക്ഷെ ഇപ്പോൾ പോലീസും അത് നിരസിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് അല്ല, ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹതയുണ്ടോ അല്ല ഇവർ ആത്മഹത്യയാണോ എന്നതും ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ അതിൽ നമുക്കൊരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും ബിനീഷിന്റെ അമ്മയും സംഭവ സമയത്ത് ഉണ്ടായിരുന്നു. അവർ നിലവിളിക്കുന്നത് കണ്ടാണ് നാട്ടുകാരെത്തി ഫയർഫോഴ്സിനെ വിളിച്ച് തീ അണച്ചിരിക്കുന്നത്. എന്തായാലും 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, മൂത്തത് മകളാണ്, മകള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തത് മകനാണ്, LKG ഇപ്പോൾ ചേർന്നതേ ഉള്ളൂ. അങ്ങനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനും കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് രാവിലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. എൽദോ, ശരി നവമി, എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകട്ടെ. നമുക്ക് വരും സമയങ്ങളിലും അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതിലേക്ക് പോകാം.